ഞാൻ ഏകദേശം 50 ലക്ഷം രൂപ പല തവണയായിട്ട് ഇവിടെ നിക്ഷേപിച്ചു. എൻ്റെ പേരിലും വൈഫിൻ്റെ പേരിലും മക്കളുടെ പേരിലും എൻ്റെ സിസ്റ്ററുടെ പേരിലും ഉണ്ട്. ഇത് എൻ്റെ മകൻ്റെ കല്യാണത്തിന് 1.5 വർഷം മുമ്പ് ഞാൻ കുറച്ച് പൈസ ചോദിച്ചപ്പോൾ തരാം, ഒരാഴ്ച കഴിയട്ടെ 2 ആഴ്ച കഴിയട്ടെ പല തവണ ഞാൻ കയറിയാൽ കിട്ടുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 3 മാസം മുമ്പ് എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അവിടെ വന്നു. അന്നും പറഞ്ഞു തരാം, വെയിറ്റ് ചെയ്യും. അതാണ് എവിടെയും മണ്ണെണ്ണ കൊണ്ട് വെട്ടുകത്തി കൊണ്ടൊക്കെ ചില എന്തെങ്കിലും കിട്ടിയാലേ അങ്ങനെ. അപ്പോൾ നമ്മളെല്ലാവരെയും കോടിക്കണക്കിന് രൂപയാണ് അവൻ തട്ടിക്കൊണ്ടുപോയത്. ഇതില് മെജോറിറ്റി പണവും അവരിന്ന് കടത്തിയെന്നാണ് നമുക്ക് പറയാൻ അനുമാനിക്കാവുന്നത്. കനഡയിലേക്കും ദുബായിലേക്കും ഒക്കെ ആയിട്ട് അവന്റെ മകന്റെ പേരിലും മറ്റ് അളിയനും മറ്റുള്ള റിലേറ്റീവ്സിന്റെ പേരിലായിട്ട് പണം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഏജൻസി, സെൻട്രൽ ഏജൻസിനെ തന്നെ കൊണ്ടുവന്നേ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മുടെ മന്ത്രിയെ കാണാനായിട്ട് നമ്മൾ അപ്പോയിൻമെന്റ് എടുക്കുന്നുണ്ട്. അതിന് അപ്പോയിൻമെന്റ് കിട്ടിയാൽ എല്ലാവരും അതിൽ സഹകരിച്ച് MP യെ കാണാനായിട്ടും നമ്മൾ നിവേദനങ്ങൾ കൊടുക്കാനും നമ്മളുടെ റിയൽനെസ് പറയാനായിട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.